നേരം പുലരുന്നതിന് മുമ്പ് ബാഗൊക്കെ തൂക്കി എങ്ങട്ടാ? ക്രിസ്മസ് അല്ലേ, വീട്ടിൽ പോവണ്ടേ? അപ്പോൾ തലേ ദിവസം 24-ാം തീയതി ഞാനും ചേട്ടനും കൂടി ഇതാ പുലർച്ചെ 2:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോവുക. അങ്ങനെ ഇതാ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ ആ ലുക്കൊക്കെ മാറി പുതിയ മോഡേൺ ആയിട്ടുള്ള സ്റ്റേഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ആലുവയ്ക്കാണ് ടിക്കറ്റ് എടുക്കുക. അവിടെ നിന്ന് ബസ്സിന് കുറച്ച് പോകാനായിട്ടുണ്ട്. പുലർച്ചെ 3:10 മെമൂനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ കിടക്കുന്ന വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 3:10 കയറിയാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലേക്ക് എത്തുക. ഇനി ഞാനൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈമും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റും പിന്നെ സൂര്യൻ ഉദിക്കുന്നതും പിന്നെ നമ്മുടെ ട്രെയിനും ആകെ കൂടി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി രസമാണ്. ഇതിപ്പോൾ ലൈറ്റൊക്കെ കുറച്ച് കുറവായിരിക്കും, എന്നാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണി അടുത്തായപ്പോഴേക്കും വീട്ടിലേക്ക് എത്തി. ഡാഡിയില്ലേ? ഒന്ന് പോയടി അവിടുന്ന്. ട്രെയിൻ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ഉറങ്ങണതും കിടക്കണതും ഇരിക്കണതും ഉറങ്ങണത് എടുക്കാൻ സമ്മതിച്ചില്ല. ബാത്റൂമിൽ പോണവരെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉറവാണൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആകെ നമ്മുടെ പുൽക്കൂടിൻ്റെ ആ ഒരു സംഭവം മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. തേനൊക്കെ മുളപ്പിച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാം ഞാൻ വന്നിട്ടേ ചെയ്യുള്ളൂ എന്നുള്ളത് മമ്മിയും ഡാഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടൊരു രസമൊന്നുമില്ല, എല്ലാ കൊല്ലവും ഞാൻ ഉണ്ടാവുമല്ലോ. ചെന്നു ചായ കുടിച്ചു, ഇതാ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ ഇറങ്ങിയേക്കാണ്. അത്രയും നേരം വിളിച്ചിട്ട് ആരും എണീക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ വലിച്ചു ഊരിക്കോളാം എന്ന് പറഞ്ഞിട്ട് എടുത്തൂരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ നമ്മൾ റെഡിമെയ്ഡ് ട്രീ വയ്ക്കുന്നത്. അതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്ര പൊക്കൂല, പിന്നെ കളറും വ്യത്യാസമുണ്ട് അല്ലേ? വെക്കാനായിട്ടുള്ള തോള എവിടെ? ഒരു മയത്തിനൊക്കെ അതിങ്ങനെ വെക്കടാ. ഇത് പതുക്കെ കനാൻ പറഞ്ഞ കമ്പിയാണ് കേട്ടോ. എന്നോട് മമ്മിയോടും ഡാഡിനോട് ദേഷ്യം തീർക്കുമ്പോൾ ഇതിനോട് തീർക്കാൻ നിൽക്കണ്ട. അങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റാക്കി. പിന്നെ ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഓർണമെൻറ്റ്സ്. അതും കൂടി തൂക്കിയിട്ട് കൊടുത്തു. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടുന്നുണ്ട്. നോക്കാം, നമുക്ക് വേണമെങ്കിലേ ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് വല്ല സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം.
ആ പിടിക്കണോ? കുഴപ്പമില്ല. ചേട്ടന് പാൽ ചായ വേണമെന്നില്ല. കട്ടൻ മതിയേ, നമ്മൾ പാവങ്ങളാണ്. വീട്ടാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ലൈറ്റ് ഇട്ട് കുറച്ച് കുഞ്ഞ് ക്രിസ്മസ് ഓർണമെൻറ്റ്സും കൂടി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ സെറ്റായി. പിന്നെ ഞാനൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വോളിൽ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിങ്ങനെ വിട്ട് പോരായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് അതിൻ്റെ സ്ഥലമൊക്കെ ഇങ്ങോട്ട് മാറ്റി ക്രിസ്മസ് ട്രീയിലായിട്ട് തൂക്കിയിട്ടായിരുന്നു. പിന്നെ റെഡിമെയ്ഡ് ട്രീ വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചത് നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്ട്രിപ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രീ കണ്ടത്. പിന്നെ അത്യാവശ്യം റേറ്റ് കുറവായതുകൊണ്ട് ഞാൻ ആ ട്രീ തന്നെ വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഡോർമേലായിട്ട് അത് ഞാൻ സെറ്റാക്കി കൊടുത്തു. ഒരു 3 ഡോറിലേക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് എടുത്ത് വെച്ചു കേട്ടോ. നമ്മുടെ പുൽക്കൂട് ചാടി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുള വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ടാണെങ്കിൽ ഇവിടെ വൈക്കോല് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മുടെ പനയോല ഉണങ്ങിയതുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളതും സെറ്റാക്കി എടുത്തു. പിന്നെ കുറേ നാളായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസ് ഉണ്ട്. അത് 2 ഓൾറെഡി ഡാഡി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ്. സിമ്പിൾ അല്ലേ? മമ്മിയാണെങ്കിൽ ഇതുപോലെ ക്രിസ്മസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെരുന്നാളൊക്കെ വരുമ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. സാധാരണയായിട്ട് അച്ചപ്പം, ഉണ്ണിയപ്പം ഇതൊക്കെയാണ് ഉണ്ടാക്കൽ. പിന്നെ ഇത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ്. പെൻറ്റിപ്പിരുത്ത് എന്നാണ് പറയുക. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഇടയിലാണെങ്കിൽ അവരൊരു മിക്കവരും വെച്ച് കാണുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം. ചേട്ടൻ ഇത് ആദ്യമായിട്ടായിരിക്കുള്ളൂ കേട്ടോ കാണുന്നത്. ഞാനപ്പോൾ ചേട്ടൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. കഴിച്ചോക്ക്. അതല്ല, ഇത് കഴിച്ചോക്ക്. ചെറുത് എന്നിട്ടാ അറിയോ? എന്നിട്ടാ പെൻറ്റിപ്പിരുത്ത്. പെൻറ്റിപ്പിരുത്ത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഫുഡാ. സൂപ്പർ. ശരിക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. ഇതാണ് നമ്മുടെ കുട്ടി ഡെക്കറേഷൻസ്. പിന്നെ കുറേ കരോൾ ടീം വന്നു. നമ്മൾ പാതിരാ കുർബാനയ്ക്കൊക്കെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.